പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന അധോലോക സംഘങ്ങൾ, കള്ളന്മാർ, കൊലപാതകികൾ, പിടിച്ചുപറിക്കാർ, കൈക്കൂലി കോടിക്കണക്കിന് വാങ്ങുന്ന രാഷ്ട്രീയക്കാർ തൊട്ടെല്ലാ അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തിയാണ് നാടകം മുന്നോട്ട് പോയത്. ഒരു ദിവസം ഭൂമി ശക്തമായി കുലുങ്ങുകയും നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ബാക്കി ജീവൻ കിട്ടിയവരുടെ ആർത്തനാദം കേട്ട് ശില്പി ഞെട്ടി ഉണരുന്നിടത്താണ് നാടകത്തിൻ്റെ രണ്ടാം പകുതി. ശില്പി അത്ഭുതത്തോട് നോക്കി അദ്ദേഹം മനസ്സിലാക്കി ഭൂമിക്ക് താളം തെറ്റിയിരിക്കുന്നു. താൻ സൃഷ്ടിച്ച ഭൂമിയിൽ കോൺക്രീറ്റ് മണിമന്ദിരങ്ങൾ ഉയർന്നിരിക്കുന്നു. അഗാധമായ മലനിരകൾ ഇടിച്ചു നിരത്തി അവിടെ നിന്ന് മണ്ണുകൾ ചോർത്തപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ ഘടനയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയണം. നിരാശയോടുകൂടി ഈ ജനമധ്യത്തിലേക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി മൃഗാദികൾ വിളിച്ചുകൂട്ടി അദ്ദേഹം ഈ മനുഷ്യരെ കുറ്റപ്പെടുത്തി. നിങ്ങളെത്ര വലിയ ഹീനമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. ഉടനെ മനുഷ്യവിഭാഗം ആർത്തിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പുതിയൊരു ലോകത്താണ് ജീവിക്കുന്നത്. നിങ്ങളാരാണ്? നിങ്ങളെ ഞങ്ങളറിയില്ല. അവസാനം അദ്ദേഹം പറയുകയാണ്, ഞാനാണ് അങ്ങനെ ഇങ്ങനെ. അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞു. മനുഷ്യരെ കുറ്റപ്പെടുത്തി. ആ കുറ്റപ്പെടുത്തലുകൾക്കൊടുവിൽ തെറ്റുകാരായ മനുഷ്യർ, എന്തു പറയുക, ആർത്തി പൂണ്ട മനുഷ്യർ ഈ ദൈവത്തെ പിടിച്ചു കെട്ടി തൻ്റെ കിങ്കരന്മാരെ കൊണ്ട് അങ്ങനെ തൂക്കിലേറ്റി അദ്ദേഹത്തെ കൊല്ലുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. അതിലൊരു ദൈവിക സങ്കല്പം കൂടി ഉണ്ടായിരുന്നു. ആരൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാരായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ജനങ്ങൾക്കിടയിൽ അതിൻ്റെ പ്രചരണം കൊടുത്തുവോ അവരൊക്കെ ഹീനമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവർ നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഹീനമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പുരാണത്തിൽ പിടിച്ചുകൊണ്ടാണ് ഈ നാടകത്തിൻ്റെ ശില്പി അവസാനം സ്റ്റേജിൻ്റെ വലത്തെ മൂലയിൽ കെട്ടിത്തൂക്കിയ കയറിൽ തൂക്കിക്കൊല്ലുന്നിടത്താണ് നാടകം അവസാനിക്കുക. കാരണം സൃഷ്ടികൾ തന്നെ സ്രഷ്ടാവിനെ കെട്ടിത്തൂക്കി കൊല്ലുന്ന ലക്കുകെട്ട ഒരു വിഭാഗമായി മനുഷ്യനെന്ന ഭൂമിയിൽ ആർക്കും ആരെയും ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സിംബോളിക്കായി പറഞ്ഞുകൊണ്ടാണ് നാടകം അവസാനിപ്പിച്ചത്. എന്തായാലും നാടകം വലിയ കയ്യടി നേടി. നാടകം മേടിയം അന്ന് ശില്പിയായിട്ട് അഭിനയിച്ചത് ഒന്നുകിൽ അത് ആ നാടകം പലയിടത്തും പിന്നീട് കളിച്ചു. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഗണേശ്വരിയുള്ള എൻ്റെ സുഹൃത്തായിരുന്ന സതീശൻ ഈ ശില്പിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരീരഘടന വെച്ച് അത് മറ്റേ മുരളി ബാബു ഈ ശില്പിയായിട്ട് അഭിനയിച്ചു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഇതിന് ശില്പിക്ക് പ്രത്യേക ശരീരഘടനയുണ്ട്. എല്ലുന്തി, താടി വളർത്തി, ഭീകരരൂപമായിട്ടുള്ളൊരു ഉയരം കൂടിയ രൂപം തന്നെ വേണം. ആ നാടകത്തിലൊന്നും ഈ നാടകത്തിൽ ഞാൻ അഭിനയിച്ചില്ല. കാരണം സംവിധാനം എന്നുള്ള കുറച്ചുകൂടി കടുപ്പമേറിയ ജോലി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വന്നു. പക്ഷേ എന്തായാലും നാടകം കഴിഞ്ഞപ്പോൾ വലിയ പ്രോത്സാഹനം കിട്ടി, കയ്യടി കിട്ടി. അതിനോടൊപ്പം തന്നെ മുനിസിപ്പൽ യുവജനോത്സവത്തിലെ 1ാം സമ്മാനം ആ വർഷം എൻ്റെ നാടകത്തിന് കിട്ടി. ഈ നാടകം അതിനുശേഷം ഒരുപാട് കോളേജുകളിലൊക്കെ തന്നെ, കാരണം വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ദൈവത്തിനോട് നീതി കാണിക്കാത്ത മനുഷ്യ സമൂഹത്തെ ചോദ്യം ചെയ്യുന്നൊരു നാടകം ആധുനിക നാടക സങ്കല്പത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയി. ഒരുപാട് പേർ പല സ്ഥലത്ത് ഈ നാടകം കൊണ്ടുപോയി കളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു നാടകം കൂടി രചിച്ച് അതിനു കൂടി സമ്മാനം വാങ്ങാൻ ആ പ്രായത്തിൽ എനിക്ക് കഴിഞ്ഞു. ഇത് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. ആ കാലഘട്ടത്തിനനുസരിച്ചൊരു കഥയായിരുന്നു. ഇന്നും ആ കഥയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ എപ്പിസോഡ് വന്നത്. ഇനി അടുത്ത എപ്പിസോഡ് മറ്റൊരു മുനിസിപ്പൽ യുവജനോത്സവത്തിൽ സംഭവിച്ചത്. ആ കാര്യം കൂടി നിങ്ങളറിയിക്കാം. എന്തായാലും അന്നത്തെ ഈ രചനയ്ക്ക് 1ാം സമ്മാനം കിട്ടുന്ന സാഹചര്യം ഒരുക്കിയ ആ ഒരു സൃഷ്ടിക്കുള്ള കരുത്ത് എനിക്ക് പകർന്നു നൽകിയ കലയുടെ ദേവതയ്ക്ക് എല്ലാവിധ നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.